ഇപ്പോൾ ഞാൻ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബ്രോയിലർ ചിക്കൻ വളരെ സേഫാണ്, അല്ലെങ്കിൽ ആ ഒരു കിച്ചൺ അത്രയും ക്ലീൻ ആയതുകൊണ്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ് വളരെ ക്ലീനാണ്, നല്ല വൃത്തിയുള്ള കിച്ചനാണ്, അല്ലെങ്കിൽ എണ്ണ ഒന്ന് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയുന്ന ആ ഒരു മുരിപ്പൊക്കെ എടുത്ത് കളയുന്നുണ്ട്, അതുകൊണ്ട് വൃത്തിയുള്ളതാണ് എന്ന് പറഞ്ഞ് വൃത്തിയുള്ളത് കൊണ്ട് കഴിക്കാം എന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ വൃത്തിയുള്ളത് കൊണ്ട് മാത്രമല്ല, അത് ആരോഗ്യപരമാണെങ്കിലും മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടതുള്ളൂ. ഒരു ഫുഡ് വൃത്തിയായതുകൊണ്ട് മാത്രം അതിന് ആരോഗ്യ ഗുണം കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു നല്ല എക്സാമ്പിളാണ് നമ്മൾ ബ്രോസ്റ്റ് ചെയ്യുന്ന ചിക്കൻ. പല കമ്പനികളും പറയുന്നത് നമ്മുടെ കിച്ചൺ ക്ലീൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ എണ്ണ ഈ അടിയിൽ വരുന്ന മൊരീപ്പ് നമ്മളെടുത്ത് കളയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിലത്തെ മൊരീപ്പ് കളയുന്നുണ്ട്, അതുകൊണ്ട് ക്ലീൻ ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തിളപ്പിക്കുന്ന സമയത്ത് എണ്ണ എന്ന് പറയുന്നത് നമുക്ക് ആ കാഴ്ചയിൽ കാണുന്ന കാര്യമല്ല, അതിനുള്ളിലുള്ള കെമിക്കൽ സ്ട്രക്ചേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ omega-6 കണ്ടൻറ്റ് ഹൈ ആയിരിക്കും. omega-6 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വീക്കങ്ങൾ ഉണ്ടാക്കുന്ന, നമുക്ക് ജോയിൻറ്റ് പെയിൻസ്, ഹാർട്ട് ബ്ലോക്കുകൾ, അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ്, ക്യാൻസർ തൊട്ട് എല്ലാത്തിനും കാരണമാകുന്ന വീക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് omega-6. അപ്പോൾ ഇത് വളരെ ഹൈ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിരുവിട്ട വീക്കങ്ങൾ ഉണ്ടാവും, ഇൻഫ്ലമേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേപോലെ ആൽഡിഹൈഡ്സ് അധികമായിരിക്കും. ഒരിക്കൽ യൂസ് ചെയ്ത എണ്ണ വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് കാണുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ കെമിക്കൽ സ്ട്രക്ചേഴ്സാണ് ഉള്ളിലുള്ള. ആൽഡിഹൈഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വെറും വൃത്തി മാത്രമല്ല നോക്കേണ്ടത്, അത് മാത്രമല്ലാതെ ഇതിൻ്റെ പല മറ്റു വശങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ പോഷക ഗുണങ്ങളോ അല്ലെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്ത് നമ്മൾ ഇത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് വേണം നമ്മൾ കഴിക്കാൻ. കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്ഥിരമായി കഴിക്കുന്നവരുണ്ട്. നമ്മളൊരു മാസത്തിലൊരിക്കലെങ്കിലോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലോ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരമായി ഇത് കഴിക്കുന്ന പലരും നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.